ഉണ്ട്. ഇതാണ് പാവക്ക, പാവല്, കൈപ്പക്കത്തോട്ടം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര മാസം കൊണ്ട് ഇത് കായ്ച്ച് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി പറ്റും? 2 മാസം. അപ്പോൾ ഇത് എത്ര ഏക്കറിലാണ് ഇപ്പോൾ നിങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത്? 1/2 ഏക്കറിൽ. 1/2 ഏക്കറിൽ ഈ കൃഷി ചെയ്യാൻ, പാവക്ക കൃഷി എത്ര ചിലവ് വരും ഏകദേശം? കുറേ സ്വന്തം ചെയ്യുമല്ലോ. ആ, അപ്പോൾ അങ്ങനെ മൊത്തമായിട്ട് കൂട്ടാൻ പറ്റില്ല. കൂലി കൊടുക്കുന്നതല്ലേ നമുക്ക് എമൗണ്ട് പോകുന്ന പറയുള്ളൂ. അതെ. ആ മഴ കൊണ്ട് പാവലിന് ഭയങ്കര ക്ഷയം വന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പം തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നുണ്ടോ? കൃഷി ആണോ നിങ്ങൾ മെയിനായിട്ട്? കൃഷി തന്നെയാണ്. ഞാൻ തൊഴിലുറപ്പിന് പോകില്ല. കൃഷി പ്രായമായില്ലേ, ആ ഇനി പറ്റില്ല. അങ്ങനെ പറ്റില്ല. 60 വയസ്സ് കഴിഞ്ഞു. 68 വയസ്സായി. അപ്പോൾ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ കൃത്യമായിട്ടല്ലേ? ഇല്ലെന്നേ, പെൻഷൻ കിട്ടുന്നില്ലെന്നേ. പെൻഷൻ നമുക്ക് ആവശ്യപ്പെട്ട ഒരു പെൻഷൻ കിട്ടിയായിരുന്നെങ്കിൽ ഒരുപാട് കാര്യത്തിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു. തോറും മുടങ്ങാതെ പെൻഷൻ കിട്ടിയാൽ. അതിപ്പോൾ കിട്ടിയിട്ട് എത്ര 2-3 മാസമായി. 2-3 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. അത് ക്രിസ്മസിന് 2 പെൻഷൻ ഒന്നിച്ച് തരും എന്നൊക്കെ പറഞ്ഞല്ലാതെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇല്ല, ക്രിസ്മസിന്റെ ഒരു പെൻഷൻ കിട്ടിയിട്ടേ ഇല്ല. ഓ, അപ്പം കൃഷിയും പെൻഷനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഉണ്ട്. എന്ത് ബന്ധം? ഞങ്ങൾക്ക് വളമിടാൻ വേണ്ടി ഒരു പൈസ ഇല്ലാതെ കാത്തിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് വളം മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പട്ടിണി കിടന്നിട്ട് പണിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. ഭക്ഷണത്തിന് ആവശ്യത്തിന് പെൻഷന്റെ പൈസ കൊണ്ട് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ അതും ഭക്ഷണം കഴിച്ചിട്ട് പണിയെടുക്കാൻ പറ്റും. ചേച്ചിയുടെ പേരെന്താ പറഞ്ഞത്? ത്രേസ്യാമ്മ. അപ്പോൾ ത്രേസ്യാമ്മക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൃഷിക്കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാം, ഉഷാറാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, താങ്ക് യു.